ഹായ്, നമസ്കാരം. എസ് പി അരുളാണ്. ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പ്രധാനപ്പെട്ട പരിപാടി എന്തെന്ന് വെച്ചാൽ അരമനകൾ, അന്തപുരങ്ങൾ ഇവിടങ്ങളിലെല്ലാം നിത്യസന്ദർശകനായി മാറിയതിനെ സംബന്ധിച്ച് വിമർശനങ്ങൾ ഉയർന്നു. അതിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഇന്നിപ്പോൾ മാധ്യമങ്ങൾ ഉന്നയിച്ചപ്പോൾ ഞാൻ ഇന്നുവരെ സമുദായങ്ങളുടെ തിണ്ണനിറങ്ങാൻ പോയിട്ടില്ല, അല്ലെങ്കിൽ മതനേതാക്കന്മാരുടെ തിണ്ണനിറങ്ങാൻ പോയിട്ടില്ല എന്നൊരാൾ എന്തിനാണ് ഇന്നലകളിൽ പറഞ്ഞതിനെ തൊണ്ട തൊടാതെ വിഴുങ്ങിയിട്ട് വീണ്ടും കള്ളം പറയേണ്ട കാര്യമുണ്ടോ? ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പദമാണ്. മുഖ്യമന്ത്രി പദം എന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാനത്തിനെ സംബന്ധിക്കുന്നിടത്തോളം എല്ലാവരും ആദരിക്കുന്ന പദവിയാണ്, എല്ലാവരും അംഗീകരിക്കുന്ന ഒരു പദവിയാണ്. ആ പദവിയോട് ഇന്നലകളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ബഹുമാനം കാണിച്ചില്ലെങ്കിലും ഇന്നിപ്പോൾ ഈ നാട്ടിലെ ബാക്കിയുള്ളവർ അതേ മനോഭാവക്കാരല്ല, ആ പദവിയോട് ബഹുമാനമുണ്ട്. അപ്പോൾ ആ കസേരയിൽ ഇരുന്നു കൊണ്ട് സത്യം മാത്രമേ പറയാവുള്ളൂ. ഇന്നിപ്പോൾ ആ ചോദ്യത്തിന് പച്ച കള്ളം പറഞ്ഞെടുത്ത് നിന്ന് നമുക്ക് തുടങ്ങാം. ഇറങ്ങാൻ പോയില്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇന്ന് എവിടെന്നെങ്കിലും എടുത്ത് ഇന്ന് കോട്ട് ചെയ്ത് കാണിച്ചു. എന്താ ബിഷപ്പ് ഹൗസിൽ പോയ എന്താ കുഴപ്പം? ഞാൻ എപ്പോഴും പോകാറുണ്ടല്ലോ, എല്ലാ സ്ഥലങ്ങളിലും പോകാറുണ്ടല്ലോ. കണ്ടല്ലോ, വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ്. ശരിയാണോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് എവിടെന്നെങ്കിലും ഒരിടത്തുനിന്ന് ഞാൻ അങ്ങനെ പറഞ്ഞത് കാണിച്ചു തരാൻ പറ്റുമോ എന്നാണ് മുഖ്യമന്ത്രി ഇന്നിപ്പോൾ ഈ സമൂഹത്തിനോട് ചോദിച്ചത്. സമൂഹത്തിനോടല്ല, മുന്നിലിരുന്ന മാധ്യമപ്രവർത്തകർ എന്നുള്ളത്. കാര്യം അവരിതൊരിക്കലും എന്ത് ചെയ്തില്ല, ക്രോസ് ചെക്ക് ചെയ്യില്ല, അങ്ങനെ ചോദിക്കില്ല. കാര്യം മാധ്യമ മുതലാളികൾക്ക് മാസപ്പടി അടച്ചിരിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ ഇരുന്നു കൊണ്ട് ആധികാരികമായി ഈ ചോദ്യം ചോദിക്കാം. ഈ വാ തുറക്കാത്ത, അതിനെ മറ്റേ തുന്നലിട്ട് വെച്ചിരിക്കുന്നവരാണല്ലോ മുന്നിലിരിക്കുന്നവർ. അതുകൊണ്ട് അവർക്ക് ആ വിഷയത്തിൽ ഒരു ഇതുമില്ല. പറഞ്ഞത് സത്യമെന്ന രീതിയിൽ അവർ അഭിനയിച്ചല്ലെങ്കിൽ അതുപോലെ മൂകരായി മുന്നിലിരിക്കും. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ സമൂഹത്തിൽ വസ്തുതയാണോ അല്ലയോ എന്നറിയുന്നവരുടെ മുന്നിലേക്ക് യാഥാർത്ഥ്യം നമ്മൾ കാണിക്കണ്ടേ? അപ്പോൾ സതീശൻ പണ്ട് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ്. നേതാക്കന്മാരുടെ അരമനകളിലും ആസ്ഥാന മന്ദിരങ്ങളിലും കയറി ഇറങ്ങുന്നതല്ല മതേതരത്വം. അവരുടെ മുന്നിൽ വാളും ചുരുട്ടി പോയി നിൽക്കുന്നതല്ല മതേതരത്വം. സമുദായ നേതാക്കന്മാരുടെ പോക്കറ്റിലോ അവരുടെ അരമനകളിലോ അവരുടെ ആസ്ഥാന മന്ദിരങ്ങളിലോ വോട്ടുപെട്ടിയില്ല. അവരുടെ കയ്യിൽ താക്കോല് മാത്രമേ പെട്ടി ആളുകൾ കൊണ്ടുപോയി. പഴയ കാലങ്ങളെ പോലെ ഈ ആസ്ഥാന മന്ദിരങ്ങളും സമുദായ നേതാക്കന്മാരുടെ വസതിയും കയറി ഇറങ്ങാൻ ഇനി കോൺഗ്രസ് നേതാക്കന്മാർ ശ്രമിച്ചാൽ അതിനെ ചോദ്യം ചെയ്യും, കർശനമായി ചോദ്യം ചെയ്യും എന്ന് വിനയപൂർവ്വം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവർക്ക് പോകാം, എവിടെ വേണമെങ്കിലും പോകാം. പക്ഷേ രാഷ്ട്രീയ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് സമുദായ നേതാക്കന്മാരുടെ ആസ്ഥാന മന്ദിരങ്ങളിൽ ആകരുത്. കണ്ടല്ലോ, ഒരു മുഖ്യമന്ത്രി ആയിട്ടുള്ള വ്യക്തി മുൻകാലങ്ങളിൽ ഈ സമൂഹത്തിനോട് പറഞ്ഞതെല്ലാം റെക്കോർഡിക്കലാണ്. പുതിയ ഡിജിറ്റൽ കാലഘട്ടമാണ്, ഒന്നും ഡിലീറ്റ് ആകില്ലല്ലോ, അവിടെ തന്നെ കേൾക്കും. അതുകൊണ്ട് നിങ്ങളിപ്പോൾ കണ്ടതാണ്. എന്താണോ ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് അതിന് ഘടകവിരുദ്ധമായിട്ട്, അല്ലെങ്കിൽ ആ പറഞ്ഞത് പച്ച നുണയാണെന്ന് തെളിയിക്കുന്നതാണ് സതീശൻ മൈക്ക് കെട്ടി പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ടത്. ഇനി അതും വേണ്ട, കേരളത്തിൽ ഇപ്പോൾ ഒരു സാമുദായിക നേതാവുണ്ട്, സുകുമാരൻ നായർ. അതായത് ഇപ്പോൾ അദ്ദേഹം തന്നെ സത്യപ്രതിജ്ഞാ സന്ദർഭത്തിൽ പറഞ്ഞല്ലോ, ദാമോദര മേനോൻ. ഇത്രയും കാലം വി ഡി സതീശനായിരുന്നു. മേനോൻ എന്ന വാക്കൊക്കെ മറച്ചു വെച്ചിട്ട് മതേതരനായി നടന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആ മേനോൻ വിളിച്ചു കൂവി. കാര്യം സമൂഹത്തിൻ്റെ മുന്നിൽ ഞാൻ മേനോനാണെന്ന് അദ്ദേഹം അറിയിക്കണമല്ലോ. ആ പ്രവൃത്തി ചെയ്തതുകൊണ്ട് തന്നെ ഇന്നലകളിൽ സ്വന്തം കാര്യം കാണാൻ വേണ്ടി ഇദ്ദേഹം സുകുമാരൻ നായരുടെ NSS ആസ്ഥാനത്ത് ചെയ്ത പ്രവർത്തനങ്ങളെക്കുറിച്ച് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനൊന്നും ഇതുവരെ സതീശൻ മറുപടി പോലും പറഞ്ഞിട്ടില്ല. ദേ കേട്ടെ. ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ഈ തിണ്ണയിൽ ഇവിടെ വന്ന് ഞാൻ കസേരയിലിട്ട് അവിടെ ഇരിക്കുക, കസേരയുടെ അടുത്ത് നിന്ന് ഇത് NSSന്റെ സെക്രട്ടറിയാണ്, അദ്ദേഹം ഉണ്ടായിരുന്ന അവിടെ. കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിന് അതിന് തിണ്ണയിരുന്ന് ഇറങ്ങിയില്ല. ഇവിടെ 1.5 മണിക്കൂർ ഓടി ഇരുന്നു. എന്നിട്ട് ഞാൻ ഇവിടുന്ന് അവിടുത്തെ യൂണിയൻ പ്രസിഡന്റിനെ വിളിച്ചു പറഞ്ഞ് ഇതേ സഹായിക്കണം എന്ന് പറഞ്ഞു. ആ യൂണിയൻ പ്രസിഡന്റ് അദ്ദേഹത്തെ സഹായിക്കാൻ ഓരോ വീട് തോറും കയറി ഇറങ്ങി. എന്നിട്ടാണ് അങ്ങോട്ട് ഇറങ്ങി വെച്ച് തിണ്ണ ഇറങ്ങരുതെന്ന് പറയുന്നത്. എന്താ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്, നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ്, അത് തന്നെ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വോട്ട് പിടിക്കല്ലേ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി വോട്ട് പിടിക്കല്ലേ, ആ കൂട്ടത്തിൽ അദ്ദേഹം ഇവിടെ വന്നെന്നാ പറഞ്ഞത്. എന്നല്ലേ എന്റെ അർത്ഥം സൂചിപ്പിക്കുന്നതിന് ഞാൻ പറയണം. കാര്യങ്ങൾ നിങ്ങൾക്ക് വിശദമല്ലേ? ഇത്
അടിമകൾക്കോ ഫാൻസുകാർക്കോ വേണ്ടിയല്ല. ഈ സമൂഹത്തിൽ രാഷ്ട്രീയത്തെ നിഷ്പക്ഷമായി വിലയിരുത്തുന്നവരുടെ മുന്നിലേക്കാണ് ഈ കാര്യം കാട്ടിക്കൊടുക്കുന്നത്. നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾ എല്ലാ കാലത്തും ചെയ്ത പ്രവർത്തനങ്ങളായി തന്നെ പറയണം. അല്ലെങ്കിൽ അതിനോട് എനിക്കിപ്പോൾ മറുപടി പറയാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാലും നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇന്നലകൾ കേട്ടവരെ മുഴുവൻ മടയന്മാരാക്കി ഇമാതിരി വർത്തമാനം പറയുമ്പോൾ സമൂഹത്തെ നമ്മളത് ബോധ്യപ്പെടുത്തണ്ടേ? മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നു കൊണ്ട് പോലും തൻ്റെ ഇന്നലകളിലെ സ്റ്റേറ്റ്മെൻറ്റുകളെ അദ്ദേഹം നിഷ്പ്രയാസവും യാതൊരു ചളിപ്പുമില്ലാതെ റദ്ദാക്കി കളയുന്നുണ്ടെങ്കിൽ സമൂഹത്തെ അത് ഓർമ്മിപ്പിക്കാൻ ഈ നാട്ടിൽ പൊതുസമൂഹത്തിന് ഉത്തരവാദിത്തമുണ്ട് എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ആ കാര്യം നിർവഹിക്കുന്നത്.